ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് ഫൈബർഗുഡ്. നമ്മുടെ ഒരു വ്ളോഗ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ അഭിപ്രായം പറയാം. ഇനിയും വ്ളോഗ്സും ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. സോ ബിഗ് ബോസ് ചരിത്രത്തില് ഈ സീസൺ 6 വരെയില് എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ലാലേട്ടനെയും ബിഗ് ബോസിനെയും വരെ കളിയാക്കുന്നതും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതും എന്താന്ന് വെച്ചാൽ ചെയ്തു ലാലേട്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ആളെ പിടികിട്ടിണ്ടാവല്ലോ, വേറെ ആരുമല്ല, ആര്യൻ. ചെറുപ്രായത്തിൻ്റെതായിട്ടുള്ള ചിലപ്പോ ഒരു സംസാരമായിരിക്കും എന്താന്ന് വെച്ചാൽ ചെയ്യുന്നുള്ളത്. കാരണം ഇന്നലെ മറ്റേ മൊട്ട ടാസ്കിന്റെ കാര്യത്തില് അതിന്റെ ഒരു മൊട്ട എന്ന് പറഞ്ഞു, അത് ഉദ്ദേശിച്ചത് ആരെയാണെന്നുള്ളത് ഉറപ്പായിട്ടും ഈ ഒരു വീക്കെൻഡില് ലാലേട്ടൻ വരുമ്പോ ചോദിക്കണം. ബിഗ് ബോസിനെ ആണോ ക്രിയേറ്റേഴ്സിനെ ആണോ അതോ ലാലേട്ടനെ ആണോ ചോദിച്ചെന്നുള്ളത്. അതേപോലെ തന്നെ ഇന്ന് അവര് തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, അവൻ അങ്ങനെ ചെയ്തല്ലോ, ഇവരിങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഒരു ഇത് മാത്രം ചെയ്തേനാണോ, എത്ര ഇതിൽ വേണമെങ്കിലും ഇട്ടോ ലാലേട്ടാ, എനിക്ക് പേടിയില്ല, കൂടി വന്നാൽ പുറത്താക്കും. അതിന്റെ ഇടയിൽ കൂടെ അപ്പാനിയുടെ ഒരു നന്മമരം, ലാലേട്ടനെയും ഫാൻസിനെയും പറ്റിയോ സംസാരിക്കില്ലേ, അത് ഊരിയതാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളും ചോറൊക്കെ തന്നെ കഴിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പാനി അതിന്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാണെന്ന്. അതേപോലെ അവിടെ ഹിഡൻ ക്യാമറാസ് ഇഷ്ടം പോലെ ഉണ്ട്. ആ വീടിന് ചുറ്റും ക്യാമറാസ് ആണ്, നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് അവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഓഡിയോ ക്യാമറ. ഓക്കെ, അപ്പം ഇതൊന്നും ചിന്തിക്കാതെ അതിന്റെ ഇടയിൽ ക്യാപ്റ്റനായ നമ്മുടെ അപ്പാനി പോയിട്ട് കിടക്കുകയും പിന്നെ അതിൽ നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പൊ അവിടെ ഈച്ച് ആൻഡ് എവറി കോർണർ അവിടെ അവർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഇൻക്ലൂഡിങ് അതിന്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിന്റെ സേഫ്റ്റി പോലും മാനിച്ചിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാമറ ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറയാനായിട്ട് ഇല്ല. ഏത് നോക്ക് ആൻഡ് കോർണറിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് അക്ബർ അപ്പാനെയും കൂടി കിടക്കുകയും സംസാരിക്കുകയും ചെയ്തൊക്കെ ബോധമില്ല ഇവന്മാർക്ക്. എനിക്കറിയാൻ പാലാത്തൊന്ന് ചോദിക്കുക. സോ ഇന്ന് ആ ഒരു ആര്യന്റെയും അപ്പാനിയുടെയും വീഡിയോന്റെ താഴെ ഇഷ്ടംപോലെ കമന്റ് ഉണ്ടായിരുന്നു, ഇവനെ പുറത്താക്കണം 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 എന്ന്. ഭയങ്കര ലാഘവത്തോടുകൂടി പറയുന്നുണ്ട്, കൂടിയൊന്നും എന്താ തൂക്കിക്കൊല്ലോന്നുള്ളല്ലോ, പുറത്താക്കല്ലേ ഉള്ളൂ എന്നുള്ളത്. ലാലേട്ടന് എത്ര വേണമെങ്കിലും നോമിനേഷനിൽ ഇട്ടോ എന്നുള്ളത്. ലാലേട്ടനാണോ പ്രൊവോക്ക് ചെയ്യുന്നത്, ലാലേട്ടനാണോ ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ വേണേ പുറത്താക്കും, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഷോയിലൂടെയും ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ടും യാതൊരു വിധത്തിലുള്ള ഒരു ഡീസൻസി, ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാണ് ണല്ലോ ഉറപ്പായിട്ടും ആര്യന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവുക. സോ ബെറ്റർ പുറത്താക്കുന്ന തന്നെയാണ് നല്ലത്. കൂടിയൊന്നും എന്താവും, പുറത്താക്കും. ആ ഷോയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇപ്പൊ അനീഷയ്ക്കാണെങ്കിലും എത്രയോ ടാസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ അവര് നിൽക്കുന്ന ആ ഒരു പൊസിഷനിലോട്ട് വരാനായിട്ട് നിൽക്കാനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറാനായിട്ട് എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. സോ അപ്പാനിയുടെ ആ ഒരു കുത്തിത്തിരിപ്പും ആര്യന്റെ ഭാഗത്തുനിന്ന് എത്ര ഇതിൽ വേണമെങ്കിലും ഇട്ടോ ലാലേട്ടാ, എനിക്ക് പേടിയില്ല, കൂടി വന്നാൽ പുറത്താക്കും. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിനോട് യാതൊരു വിധത്തിലുള്ള റെസ്പെക്റ്റും ഇല്ല, ലാലേട്ടനോടും റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് ആര്യൻ സംസാരിച്ചത്. അപ്പോ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ പോലും റെസ്പെക്ട് ഇല്ലായ്മയും ബോധമില്ലായ്മയും ഒന്നിന്റെ ഒരു സീരിയസ്നെസ് എടുക്കാത്തതുമായ ആര്യൻ അവിടെ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് വോട്ടിലൂടെ പ്രേക്ഷകർ ചിന്തിക്കേണ്ട തന്നെയാണ്. എന്തായാലും എന്റെ ഒരു ഇതിൽ സീസൺ 6 വരെ ആ ഒരാളും ഇങ്ങനെ ലാലേട്ടനെയും ബിഗ് ബോസിനെയൊക്കെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചിട്ടില്ല. റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചവർക്കൊക്കെ അതിന്റേതായ രീതിയിൽ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ആക്ടറെ പറ്റി അവിടെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ബിഗ് ബോസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്. വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പകുതി മുക്കാലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി തന്നെയാണ് ചോദിക്കുന്നത്. അത് വന്നുപോയ സീസൺസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ടൈം ഓൾസോ കൂടി വന്ന പുറത്താക്കും, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത ആര്യനെ അവിടെ നിർത്തണോ വേണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ട തന്നെയാണ്.